ചിന്താലേശായ പരമഗുരുവേ നമ. നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ശനി മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. 2023 ജനുവരി മാസം 17-ാം തീയതി സന്ധ്യസമയത്തോടു കൂടി 6 മണി കഴിയുമ്പോൾ ശനി മകരൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കും. അപ്പോൾ മകരൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറേ രാശിക്കാർക്ക് ആശ്വാസം ഉണ്ടാവുമെങ്കിലും മറ്റ് കുറച്ച് ആൾക്കാർക്ക് കഷ്ടതയെ പ്രദാനം ചെയ്തു തരും. ഇന്ന് നമ്മൾ ചിങ്ങൻ രാശിക്കാരുടെ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. ചിങ്ങൻ രാശിക്കാർക്ക് 6-ാം ഭാവത്തിൽ നിന്ന് ശനി 7-ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 7-ലേക്ക് ശനി പ്രവേശിക്കുക എന്ന് പറയുമ്പോൾ കണ്ടകശനി വീണ്ടും കണ്ടകശനി വന്നിരിക്കുകയാണ്. കണ്ടകനൊരു പ്രത്യേകതയുള്ളത്, കണ്ടകൻ ശനിയെ പ്രീതിപ്പെടുത്തിയാൽ കണ്ടകൻ കണ്ടമാനം തരും, അല്ലെങ്കിൽ കണ്ടകൻ പലതും കൊണ്ടേ പോവുള്ളൂ. പലതിനെയും ഇല്ലാതാക്കുക എന്നതും കണ്ടകശനിയുടെ പ്രത്യേകതയാണ്. കണ്ടകൻ കണ്ടമാനം തരും, അല്ലെങ്കിൽ കണ്ടകൻ കൊണ്ടേ പോവുള്ളൂ. കണ്ടകശനിയുടെ ബന്ധവും കൂടി വന്നിരിക്കുകയാണ്. 7-ാം ഭാവം എന്ന് പറയുമ്പോൾ ഭാര്യാസ്ഥാനം, ഭാര്യാഭാഗമാണ്. അപ്പോൾ കുടുംബകലഹം അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ തന്നെ ഉലച്ചിലുണ്ടാവാം. ദാമ്പത്യ ജീവിതത്തിൽ ചില അഭിപ്രായ ഭിന്നതകൾ വർദ്ധിക്കാം. അതുപോലെ വിവാഹാദി കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സം നേരിടാം. അപ്പോൾ ദാമ്പത്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ശനി സഞ്ചരിച്ചെത്തിയിരിക്കുന്ന കാലയളവായതുകൊണ്ട് ഈ കാര്യങ്ങളിലായിരിക്കണം നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സാമ്പത്തിക നഷ്ടവും കാര്യതടസ്സവും ഒക്കെ വരുത്തും, എന്നാലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ദാമ്പത്യ ജീവിതത്തിലായിരിക്കണം. കാരണം ശനി 7-ാം ഭാവത്തിലേക്ക് വന്ന് നിൽക്കുകയാണ്, കളത്ര ഭാവത്തിലേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കളത്ര പ്രശ്നങ്ങളുണ്ടാക്കും. ചെറിയ പ്രശ്നങ്ങൾ അവിടെ വച്ച് തന്നെ പരിഹരിച്ചു കൊള്ളണം. നിങ്ങൾ വളർത്താൻ ശ്രമിക്കരുത്, അല്ലെങ്കിൽ അത് പലതരത്തിലുള്ള വിഷമാവസ്ഥകളിൽ കൊണ്ടെത്തിക്കും. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തുക. കാരണം നമ്മൾ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ലൈവ് പ്രോഗ്രാം എല്ലാ മാസത്തിലും 1-2 ആഴ്ച ലൈവ് പ്രോഗ്രാം, 1 മണിക്കൂറോളം സമയമുള്ള ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഓരോ ആൾക്കാർക്കും നേരിട്ട് കണ്ണ് വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നേരിൽ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് ലൈവ് പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ലൈവ് പ്രോഗ്രാമിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി അമർത്തുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും എന്നാണ്, ഏത് സമയത്താണ് ലൈവ് എന്ന്. അതുപോലെ പലപ്പോഴും പരാതിപ്പെടുന്ന ഒന്നാണ് വിളിച്ച് കോൾ കിട്ടുന്നില്ല എന്ന്. കാരണം അതിനൊരു പ്രധാന റീസൺ, ഇപ്പോൾ ഞാൻ ദുബായിൽ UAE-യിലുള്ള ആൾക്കാരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ദുബായിൽ കരാമയിൽ, അതായത് കരാമ ആരാമം റെസ്റ്റോറൻറ്റിനടുത്തായിട്ട് പൂജാസ് ജുവലറി എന്ന് പറഞ്ഞിട്ട് സ്ഥാപനം നടത്തുകയാണ്. അപ്പോൾ ഒരു 10 ദിവസത്തോളം എല്ലാ മാസവും അവിടെ കൺസൾട്ടേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും കാള് കിട്ടാതെ വരുന്നതിന് കാരണം. അതുകൊണ്ട് ഇതിൽ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ കോള് വിളിച്ചാൽ തന്നെ അതിന് നിങ്ങൾക്ക് മറുപടി ലഭിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾ മെയിലിലൂടെ അല്ലെങ്കിൽ ഈ വാട്സപ്പിലൂടെ ബന്ധപ്പെടുക. എല്ലാ ചിങ്ങക്കൂറുകാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.